ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ബോളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൂരൻ ബോളി എന്ന് തമിഴ്നാട്ടിലൊക്കെ പറയും. അപ്പോൾ സദ്യയുടെ ഒരു മെയിൻ ഐറ്റമാണ് ഇത് നല്ല സോഫ്റ്റാണ്, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും. പായസത്തിൻ്റെ കൂടെ, പാൽപ്പായസത്തിൻ്റെ കൂടെയാണ് ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളെ ബോളി തയ്യാറാക്കാൻ ഞാനിപ്പോൾ 200 ഗ്രാം കടലമാവാണ് എടുത്തിട്ടുള്ളത്. കുതിർത്തൊന്നും വെച്ചിട്ടില്ല, നമ്മൾ കുക്കറിൽ വേവിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്കിത് കുക്കറിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. വേറെ ആർട്ടിഫിഷ്യൽ കളർ നമ്മൾ ചേർക്കുന്നില്ല. ഇത് നമ്മൾ ചേർക്കുന്നത് വളരെ കുറച്ച് ഉപ്പാണ്. ഇനി വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അധികം വെള്ളം ഒഴിക്കേണ്ട, ഇത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം എടുത്താൽ മതി. ഇനി ഇത് നമ്മൾ കുക്കറിലേക്ക് ഒരു 3 വിസിൽ ധാരാളം മതി. നന്നായിട്ട് അടിഞ്ഞു പോകണമെന്നില്ല കുക്ക് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, എന്തായാലും അങ്ങനെ നന്നായിട്ട് അടിഞ്ഞു പോയാലും പേടിക്കേണ്ട ആവശ്യമില്ല. അത് പിന്നീട് മിക്സിയിലിടേണ്ട ആവശ്യമില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെന്തായാലും ഞാൻ 3 വിസിലിന് കഴിഞ്ഞിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കടലപ്പരിപ്പ് കുക്കാവുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കണം. അതിന് സെയിം അളവിൽ നമ്മൾ എത്രയാണോ കടലപ്പരിപ്പ് എടുക്കുന്നത് അതേ അളവ് തന്നെയാണ് മൈദയും എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 200 ഗ്രാം തന്നെ മൈദയാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാം. ഒരു ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയാൻ പറ്റില്ല, അതിലും കുറച്ചുകൂടെ ലൂസായിട്ടാട്ടോ എടുക്കേണ്ടത്. ഇപ്പോൾ വെള്ളം കുറച്ചായി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിൽ ഇരുന്ന് ഇത് നന്നായിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് എങ്കിലും മിനിമം ഇരുന്നാലാണ് നമുക്ക് കറക്റ്റ് ആ ബോളിയുടെ ആ ഒരു ടെക്സ്ചർ കിട്ടുക. സാധാരണ നമ്മളെ ജിഞ്ചലി ഓയിൽ ഇതുണ്ടല്ലോ, നല്ലെണ്ണ, അതാണ് യൂസ് ചെയ്യുക. പക്ഷെ നമുക്കിവിടെ കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിൽ തന്നെയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നല്ലെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതുപോലെ വെച്ച് ഞാൻ മിനിമമാണ് പറഞ്ഞത്. കൂടുതൽ ടൈം 1 മണിക്കൂറൊന്നും ആയിപ്പോയി എന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല, കൂടുതൽ സോഫ്റ്റായിട്ട് നമ്മളെ ബോളി കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് മൂടി വെക്കട്ടെ. അപ്പോൾ നമ്മളെ കടലപ്പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം എന്തായാലും തുറന്നിട്ട് കണ്ടില്ല, ഇതിപ്പോൾ ഇതുപോലെയാണ് വെന്തിട്ടുള്ളത്. നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടില്ല, പക്ഷേ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിലുള്ള എക്സസ് ആയിട്ടുള്ള കുറച്ച് വെള്ളമേ ഉള്ളൂ, അത് മാറ്റിയിട്ട് നമുക്ക് വേറൊരു പാനിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മളെ കടലപ്പരിപ്പിലുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യണം. ഇതിപ്പോൾ 1 കപ്പ് ഷുഗർ ഉണ്ട്, അത് നമുക്ക് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഷുഗറിൽ നിന്ന് വെള്ളം വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പഞ്ചസാരയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആ വെള്ളമൊക്കെ ഇപ്പോൾ കുറഞ്ഞ് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ കാണുന്ന കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ടല്ലോ, അത് നമ്മളിനി തണിഞ്ഞിട്ടാണ് മിക്സിയിലിട്ട് അടിക്കാൻ പോകുന്നത്. ആ സമയത്ത് ഇതിനി കട്ടിയായിക്കോളും. അപ്പോൾ പിന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ പിന്നെയും വെള്ളം ചേർക്കേണ്ടതായിട്ട് വരും. ഈ സമയം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് ഒന്ന് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മളെ കടലപ്പരിപ്പ് കണ്ടില്ലേ, കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ, ആ വെള്ളമൊക്കെ ചൂട് തണിഞ്ഞപ്പോൾ പോയി നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്, വെള്ളം ഒന്നും ഒഴിക്കാതെ അടിച്ചെടുക്കും. അപ്പം നമ്മളെ കടലപ്പരിപ്പ് ഞാനിപ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാം ഉരുട്ടയാക്കി എടുക്കാം. അപ്പോൾ എത്ര വലുതാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അനുസരിച്ചിട്ട് നമുക്ക് ഉരുട്ടയാക്കി എടുക്കാം. ഉണ്ടല്ലേ, ഇതുപോലെ ഉരുട്ടയാക്കി എടുക്കാം എല്ലാം. അപ്പം ഞാൻ എല്ലാം ഉരുട്ടയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് എടുക്കാം. കണ്ടില്ലേ, ഇത് ബാക്കി വന്നിട്ടുള്ള എണ്ണ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം മാവ് മാറ്റിയിട്ടുണ്ട്, എണ്ണ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇത്രയും ഉരുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു കടലപ്പരിപ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. അപ്പം മാവ് എപ്പോഴും നമ്മൾ എടുക്കുന്ന മാവ് കുറവായിരിക്കണം, അതായത് മൈദ കുറവായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ബോളി നമുക്ക് കിട്ടില്ല. ഇതുപോലെ എടുത്താൽ മതി, കണ്ടില്ലേ, കറക്റ്റായിട്ട് കിട്ടും. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ പരത്താൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാട്ടോ. മൈദ മാവ് ആണെങ്കിൽ പിന്നെയും ഭയങ്കര സ്ലിപ്പായിട്ട് ഇരിക്കും. അപ്പം അതുകൊണ്ട് കുറച്ച് അരിപ്പൊടി എടുത്ത് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിത് പരത്തി എടുത്തിട്ടുണ്ട്, കണ്ടില്ല. ഇതിപ്പോൾ കണ്ടോ, അത്രയും സോഫ്റ്റ് ആയതുകൊണ്ട് ഇതുപോലെ പൊടിഞ്ഞു പോകുന്നത് അത് കുഴപ്പമില്ല. ഇനി നമ്മൾ ഒരു പാൻ വെച്ച് ഇത് നമുക്കിനി ചുട്ടെടുക്കാം. വളരെ കനം കുറച്ചിട്ടാട്ടോ പരത്തി എടുത്തിട്ടുള്ളത്, കണ്ടില്ല. ഇപ്പോൾ ഒരു ദോശ പാന് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ ബോളി ഇട്ട് കൊടുക്കാം. നമ്മളെ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തിരിച്ച് മറിച്ചിട്ടൊന്നും ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല. ഒരു തവണ ഇതുപോലെ ഇടുക, പിന്നെ ഒന്ന് മറിച്ചിടുക, അത്ര മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ്, ഇത് നെയ്യ് ഫ്രിഡ്ജിൽ വെച്ച നെയ്യാട്ടോ. നന്നായിട്ട് തടവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മാത്രം മതി. അപ്പം നമുക്ക് ഈ ബോളി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേ നമ്മളെ ബോളി എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റാണ് നമ്മളെ ബോളി, കണ്ടില്ലേ. ഇത് അതേപോലെ തന്നെ നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ആ മൈദയുടെ കണ്ടൻറ്റ് കുറവായത് കൊണ്ടാണ്. കടലപ്പരിപ്പാണ്, ഉള്ളിലുള്ള ഫില്ലിംഗ് ആണ് കൂടുതൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് തരാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.